അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം നാം കർത്താവിന്റെ കേട്ടു. ആ നല്ല ദൈവവചനത്തിനായിട്ട്, ദൈവവചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ ചലഞ്ചസിനായിട്ടും കർത്താവിനെ ഞാൻ അവരുടെ സ്തോത്രം ചെയ്യുന്നു. കുറേ നാളിന് ശേഷം തമിഴ് കേൾക്കാനായിട്ടിടയായി. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ അകത്ത് ദൈവം തന്ന ഒരു ആലോചന നിങ്ങളോട് അറിയിച്ചിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സക്രിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദവൃത്തി വായിക്കാം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്: സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബ്ബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റി. ഈ സെരുബ്ബാബേല് ബാബിലോണിൽ നിന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു മടങ്ങി വരവിന് 3 ഘട്ടങ്ങളായിട്ട് ഇസ്രായേൽ ജനം ബാബിലോണിയ അടിമത്തത്തിൽ നിന്ന് മടങ്ങി വന്നു. അതിൻ്റെ ആദ്യമായിട്ട് സെരുബ്ബാബേലിൻ്റെയും ജോഷുവയുടെയും കീഴിൽ ലീഡർഷിപ്പിൽ ജനം മടങ്ങി വന്നു. എസ്രായുടെ കീഴിൽ ജനം മടങ്ങി വന്നു. നെഹമ്യാവിൻ്റെ കീഴിൽ ഒരു കൂട്ടം ജനം യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ഇവിടെ സെരുബ്ബാബേലിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞാൽ, സെരുബ്ബാബേൽ ദാവീദിൻ്റെ ആ ഗോത്രത്തിൽ, ആ വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സെരുബ്ബാബേൽ. സെരുബ്ബാബേലിൻ്റെ രക്തത്തിലുള്ളതാണ് ഈ ലീഡർഷിപ്പ്. ഞാൻ എൻ്റെ ഒരു ഭാവനയിൽ പറഞ്ഞാൽ, അദ്ദേഹം ഒരു ഗവർണറായിരുന്നു, ഒരു ലീഡറായിരുന്നു. ഈ സെരുബ്ബാബേലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്ന ഒരു കാര്യം, സെരുബ്ബാബേലെ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവവചനം പഠിപ്പിക്കുന്ന, ദൈവവചനം നമ്മളോട് മനസ്സിലാക്കി തരുന്ന വലിയൊരു മർമ്മമാണിത്. അത് സെരുബ്ബാബേലിനോട് പറഞ്ഞ അതേ ദൈവവചനം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നതാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല. ഇന്ന് ദൈവവചനം സങ്കീർത്തനത്തിൽ നാം വായിച്ചപ്പോൾ ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു ലീഡർഷിപ്പിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ കഴിവിലും മിടുക്കിലും സ്കില്ലിലുമൊന്നുമല്ല, പരിശുദ്ധാത്മാവിനാൽ തന്നെ ചില പ്രവർത്തികൾ. ഹല്ലേലൂയ. പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ എടുത്തു നോക്കിയാൽ നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ളത്. നമ്മുടെ സ്കില്ലും നമ്മുടെ കഴിവും ഒക്കെ വെച്ചിട്ട് നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഒരു പരിധി വരെ എല്ലായിടും പരാജയമാകുമ്പോഴാണ് നമ്മൾ മുകളിലേക്ക് നോക്കുന്നത്. എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ കയ്യിലുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു വിഷയം വരുമ്പോൾ നീ ദൈവ പൈതലാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ റിസോഴ്സിൽ ആശ്രയിച്ചാൽ നീ അവിടെ പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയ ദാവീദാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം കുതിരകളെ എണ്ണാൻ പോകും, രഥങ്ങളെ എണ്ണാൻ പോകും, സൈന്യത്തിൻ്റെ ബലം എത്രയാണെന്ന് നോക്കും. അങ്ങനെയാണ് പണ്ട് രാജ്യങ്ങൾ യുദ്ധത്തിന് പോയിക്കൊണ്ടിരുന്നത്. ഒരു രാജാവ് മറ്റൊരു രാജ്യത്തിനെതിരെ വരുവാണെങ്കിൽ അതിന് എത്ര കുതിരകളുണ്ട്, എത്ര രഥങ്ങളുണ്ട്. അതിന് 2000 ഉണ്ട്, അല്ലെങ്കിൽ 2 ലക്ഷം കുതിരകളും വരുമ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 50,000 ഉള്ളെങ്കിൽ രാജാവിൻ്റെ മുമ്പിൽ വേറൊരു വഴിയില്ല, പോയി അടിയറവ് പറയുക എന്നുള്ള ഒരു വഴിയേ ഉള്ളൂ. എന്നാൽ ദൈവവൈതലെ, പുതിയ നിയമത്തിൻ്റെ അവകാശികളായിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് ദൈവം വളരെ ഹല്ലേലൂയ തുറന്നു തന്ന ഒരു കാര്യമാണ്: നിന്റെ സൈന്യത്താലല്ല, നിന്റെ ശക്തിയാലല്ല, നിന്റെ മിടുക്കിനാലല്ല, നിന്റെ സ്കില്ലിനാലല്ല, നിന്റെ പഴയ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല, അതിലുപരിയായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു ദൂതാണ്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വന്നാൽ, അപ്പോസ്തലനായ ലൂക്കോസിന്റെ സുവിശേഷം അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ ഒരു മിനിസ്ട്രിയുടെ ഒരു സീക്രട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിന്റെ നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട്
സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ലോർഡ്. ഇവിടെ യേശുവിന്റെ കാര്യം വരുമ്പോഴാണ് പുതിയ നിയമത്തില് പലപ്പോഴും നമുക്ക് നോക്കുവാനായിട്ട് മാതൃകയായിട്ടുള്ളത് യേശുവിന്റെ ജീവിതമാണ്. അപ്പൊ യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നു. അങ്ങനെ ആയിരുന്നപ്പോൾ യേശുവിന്റെ കാര്യത്തില് ഇവിടെ ലൂക്കോസ്, ചരിത്രകാരനായ ലൂക്കോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ് അനോയിന്റഡ് ജീസസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വിത്ത് പവർ who went about doing good. അപ്പൊ എന്തെങ്കിലും ദൈവവൈദ്യനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ, നമുക്ക് മറ്റുള്ളവർക്ക് പ്രയോജനമായിട്ട് തീരണമെങ്കിൽ ആത്മാവിനാൽ നമ്മളെ നിറയപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ട് മറ്റുള്ളവരെ ഹല്ലേലൂയ ചെയ്യാനായിട്ട് പോയാൽ, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ റിസോഴ്സ് കൊണ്ട് നമുക്ക് മിനിസ്ട്രി ചെയ്യാനായിട്ട് പോയാൽ അവിടെ മിനിസ്ട്രി നടക്കുമായിരിക്കും, പക്ഷെ അതിന്റെ പൂർണ്ണ തോതിൽ നടക്കത്തില്ല. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നോക്കിയാൽ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ എത്ര പേരെ ലീഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ ദൈവത്താൽ, ആ ആത്മാവിനാലൊന്ന് നിറഞ്ഞ് എൻ്റെ അകത്തുള്ളതിനെയൊക്കെ, എൻ്റെ കഴിവിനെയും എൻ്റെ പ്ലാനിനെയും എൻ്റെ ചിന്തകളെയൊക്കെ ഒന്ന് ദൈവസന്നിധിയിലേക്കൊന്ന് വിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് എംപ്റ്റി ആക്കിയിട്ട് ആ ദൈവത്തിൻ്റെ ആ ശക്തമായ കരങ്ങളിലേക്ക്, ആ ആത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്താൽ ദൈവത്തിന് നിങ്ങളിലൂടെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നിട്ടുള്ള കഴിവുകൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടായിരിക്കാം. നിങ്ങൾ ആ കഴിവ് കൊണ്ടിട്ട് കാര്യങ്ങൾ വെച്ച് ചെയ്താൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതിനൊരു റീച്ച് ഉണ്ട്. എന്നാൽ ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് എടുത്തു കൊടുത്താൽ, കർത്താവേ നീ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, എന്റെ സ്വരത്തെ നീ ഒന്ന് ഉപയോഗിക്കണമേ, എന്റെ നാവിനെ നീ ഒന്ന് ഉപയോഗിക്കണമേ, എന്റെ മിനിസ്ട്രിയെ നീ ഒന്ന് ഉപയോഗിക്കണമേ, ഞാൻ ദൈവസന്നിധിയിൽ താഴുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അസാധാരണമായ രീതിയിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അവിടെ നിനക്കല്ല മഹത്വം, നിന്റെ അകത്ത് ആ പകർന്ന ദൈവത്തിന്റെ ആത്മാവിനാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു താന് വീര്യപ്രവൃത്തികൾ ചെയ്തപ്പോൾ, നന്മകൾ ചെയ്തപ്പോൾ, അതിന്റെ മുമ്പിൽ മറ്റൊരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നു, അവനെ ആത്മാവിനാൽ നിറച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് വലിയ മിനിസ്ട്രിയുടെ വലിയൊരു സീക്രട്ട് നാം കാണുന്നത്. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വന്നാൽ കർത്താവിന്റെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. ഒന്ന് ശ്രദ്ധിക്കുക, ആത്മാവിന്റെ ശക്തിയോടുകൂടെയാണ് യേശു ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നത്. 40 ദിവസത്തെ ഫാസ്റ്റിംഗ്, 40 മന്ത്സിലെ മിനിസ്ട്രിക്ക് മുമ്പിട്ട്, താന് 40 മാസം താൻ ശുശ്രൂഷ ചെയ്തതിന് മുമ്പിട്ട് 40 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന് ആത്മാവിനാൽ താൻ നിറയപ്പെടുവാനായിട്ടിടയായി. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാം പ്രാപിച്ചതേ നമുക്ക് മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ മേൽ പകർന്നതേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നിന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന സമയങ്ങളൊന്നും വെറുതെ അല്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ പനിയായിട്ടായിരിക്കും, കാലൊടിഞ്ഞപ്പോഴായിരിക്കും നാം ദൈവസന്നിധിയിൽ ഇരുന്നത്, പക്ഷെ അതൊന്നും വെറുതെ അല്ല. ഹല്ലേലൂയ. അതിനകത്തൊക്കെ ദൈവത്തിന് പകരാനായിട്ടുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും പല സ്ഥലങ്ങളിലും ദൈവം നമ്മളെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നത്, ഹല്ലേലൂയ, ദൈവം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളെ ഒന്ന് ഇരുത്തുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അന്നേരം നിരാശപ്പെട്ടു പോകരുത്, പിറുപിറുക്കരുത്. അപ്പോൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ റിസോഴ്സസ് കളയുമ്പോൾ, ജോലികൾ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ പല സഹോദരന്മാരും എല്ലാവരും ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ചില സ്ട്രഗിളിലൂടെ ഒക്കെ കടന്നു പോകും. അപ്പോൾ ജോലി കിട്ടുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ കുറേ ഭയങ്കര സന്തോഷമായിരിക്കും. കുഴപ്പമില്ല, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന സമയമാണെന്ന്. 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ റെസ്റ്റൊക്കെ മാറി നിരാശയാവും, പിന്നെ പരാതിയാവും, പിന്നെ പ്രശ്നമാവും. അതൊക്കെ കഴിയുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതിന് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയോട് അടുത്ത് വരിക. അവിടെ വെച്ച് ദൈവം നിന്നെ നിറയ്ക്കും, ദൈവം നിന്നെ ഉപയോഗിക്കും. നീ പിൽക്കാലങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളെ ശക്തമായി പ്രയോജനപ്പെടുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുന്ന സമയങ്ങളൊന്നും വെറുതെ അല്ല. ഞാൻ ദൈവസന്നിധിയിൽ നിനക്ക് പാഴായെന്നൊക്കെ തോന്നുന്നതിന് ഇരട്ടിയായിട്ട് അവൻ മടക്കി തരും. നിന്റെ കഴിവ് കൊണ്ട് ഓടിയാൽ നീ എങ്ങും എത്തത്തില്ല.
എന്നാൽ ഇന്നൊരു കാര്യം ദൂത് ഞാൻ പറയട്ടെ, നീ നിന്നെ തന്നെ ഒന്ന് എംപ്റ്റി ചെയ്ത് ദൈവസന്നിധിയോടൊന്ന് കൊടുത്താൽ നിന്റെ പക്കൽ ഹല്ലേലൂയ ഇതുവരെ നിന്നെ കൊണ്ട് ചെയ്യിക്കാത്തത്, ഇതുവരെ നീ ചെയ്തിട്ടില്ലാത്തത് അപ്പുറമായി ചെയ്യിക്കുവാൻ കഴിവുള്ള അത്രയ്ക്ക് പവർഫുള്ളായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടിയപ്പോൾ ആ പാട്ടിനകത്ത് ഇങ്ങനെയാ പറയുന്നത്, ഉള്ളം കയ്യില് യോബ് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താണ് എൻ്റെ ഈ കഷ്ടതയും കാര്യങ്ങളൊക്കെ? യോബ് പറഞ്ഞു, എടാ കുഞ്ഞെ നിനക്ക് എന്തറിയാം? കർത്താവ് ചോദിച്ചതൊരു ചോദ്യമാണ്. എടാ ഉള്ളം കയ്യില് ഈ സമുദ്രത്തിനെ ആഴിയും എല്ലാം വഹിച്ച ഞാൻ, ഹല്ലേലൂയ, സമുദ്രത്തിന് അതിരിട്ട ഞാൻ. പ്രൈസ് ഗോഡ്. എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്നുള്ള കാര്യം നാം പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടല്ലേ നമ്മുടെ ചെറിയ വിഷയങ്ങളുടെ മേലെ നാം തകർന്നു പോകുന്നത്. അല്ലെ, നമ്മുടെ ദൈവം ആരെന്ന് നമുക്കൊരു വിചാരം ഉണ്ടെങ്കിൽ നമുക്കിതിനെയൊക്കെ ജയിക്കുവാനായിട്ട് കഴിയും. പലതരത്തിലുള്ള ചലഞ്ചസ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം, അതിനെയൊക്കെ ജയിക്കുവാനുള്ള ഒരു ദൈവകൃപ ദൈവം നമ്മുടെ ദൈവ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ പകരുമാറാകട്ടെ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു, വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കർത്താവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് താൻ കൂടെ ഈ പ്രവൃത്തി ചെയ്യും, പിന്നെ കൂടെ താൻ ഒരു നിർജ്ജന പ്രദേശത്തേക്കൊന്ന് പോകും. കാര്യം എന്താന്ന് ചോദിച്ചാൽ അവിടെ വെച്ചാൽ ഈ ചാർജിങ് മുഴുവൻ നടക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇത് വായിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ നിർജ്ജന എന്ന് വെച്ചാൽ വിൽഡർനെസ്, അവിടോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ ജീവിതത്തിൽ താൻ തന്നെ ഈ വിൽഡർനെസ്സിനോട് കൂടെ ഒന്ന് പോകും, കൂടെ താനൊന്ന് മരുഭൂമിയിലേക്ക് പോകും. അവിടെ വെച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് ഹല്ലേലൂയ തൻ്റെ ജീവന്റെ ശുശ്രൂഷ താൻ ചെയ്യുവാനായിട്ട് ഇടയാകും. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ചില ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മറക്കരുത്, അവിടെ വെച്ച് ദൈവത്തിന് നിന്റെ മേൽ ചിലത് പകരുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മരണം വ്യാപരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മേൽ ജീവൻ വ്യാപരിക്കുക. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഇന്ന് നാം പലരും മുട്ടുമടക്കുമ്പോൾ, നാം പലരും ഉപവസിക്കുമ്പോൾ, നമ്മൾ പലരും നമ്മുടെ ആ സന്തോഷങ്ങളൊക്കെ മാറ്റിവെക്കുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നടക്കുകയാണ്, ഒരു റിവൈവൽ ഈ ദേശത്ത് നടക്കുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ നമ്മുടെ പലപ്പോഴും ഭയങ്കര ട്രൈ ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കാം. അല്ലെങ്കിൽ പലപ്പോഴും എനിക്കറിയാം ഇവിടെയുള്ള ചുരുക്കം ഫാമിലീസ് ആയതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ദൂരെ ചെയ്യാനായിട്ട് അവർക്ക് സമയമില്ലാത്ത സമയത്താണ് ചർച്ചിൻ്റെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഓടുന്നത്. ഹല്ലേലൂയ. ആ മാറ്റി വയ്ക്കുന്നതൊക്കെ നിന്റെ ജീവിതത്തിലെ വിൽഡർനെസ് അനേകം പേരുടെ ജീവിതത്തിൽ ലൈഫായിട്ട് മാറുവാനായിട്ട് ഇടയാകും. കൂടെ നിർജ്ജന പ്രദേശത്തേക്ക് യേശു പോയപ്പോൾ താൻ മടങ്ങി വന്നപ്പോഴൊക്കെ അനേകരുടെ രോഗം മാറുവാനായിട്ട് ഇടയായി. അനേകരുടെ ജീവിതത്തിൽ ആ ജീവൻ വ്യാപരിക്കുവാനായിട്ടിടയായി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളെ തന്നെ എംപ്റ്റി ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ, പലപ്പോഴും ആ ബിൽഡർനെസ്സിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം മറക്കരുത്, നിന്റെ മടങ്ങി വരവ് അനേകരുടെ ജീവിതത്തിൽ വിടുതലായിട്ട് മാറുവാനായിട്ട് ഇടയാകും. ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മളെ തന്നെ ഒന്ന് എംപ്റ്റി ചെയ്യുവാനായിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതല്ല, കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതല്ല, അതിലപ്പുറമായിട്ട് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശക്തിയുടെ ഒരു അംശം പോലും നാം മനസ്സിലാക്കിയിട്ടില്ല, ആ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ഒരു അംശം പോലും നാം മനസ്സിലാക്കിയിട്ടില്ല. അത്രയ്ക്ക് വലിയൊരു സമുദ്രത്തിലാണ്. ഹല്ലേലൂയ. പലപ്പോഴും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ ബുദ്ധി ഒന്ന് അഫലമാക്കണം, ഈ ബുദ്ധി ഒന്ന് ബ്ലോക്ക് ചെയ്യണം. ദൈവത്തെ യഥാർത്ഥമായിട്ടൊന്ന് ആരാധിക്കണമെങ്കിലും ഈ ബുദ്ധി ഒന്ന് ബ്ലോക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കണ്ണടച്ചിട്ട് ഈ ബുദ്ധിയെ ഒന്ന് പ്രവർത്തിക്കുന്നതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ദൈവസന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. കാര്യം നമ്മുടെ ബുദ്ധിക്ക് ലിമിറ്റേഷൻ ഉണ്ട്, പരിധികളുണ്ടല്ലോ. ഈ ബുദ്ധിക്കൊക്കെ ഏറ്റവും നല്ല തലയുള്ളത് ഐൻസ്റ്റീൻ്റെ ഒക്കെ തലയ്ക്ക് തന്നെ പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഈ ബുദ്ധിയെ ചിന്തിച്ചു കൂട്ടാൻ പറ്റുന്നത്? നമുക്ക് ചുമ്മാ വാദിക്കാം എന്നൊക്കെ ഉള്ളതെന്നല്ലാതെ കുറേ PhD സ്നേഹം പറഞ്ഞതുപോലെ എത്ര ഡിഗ്രി എടുത്താലും നമുക്ക് കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അതിന് ചിലപ്പോൾ വിൽഡർനെസ്സിൽ പോകേണ്ടതായിട്ട് വരും.
നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം, നമ്മൾ ഈ വിൽഡർനെസ്സിനെ നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തതാണ് പലപ്പോഴും നമ്മുടെ ഒരു പരാജയം. ഹല്ലേലൂയ. ഇന്ന് BTHും നമ്മുടെ PhDയും ഒക്കെ അതിനകത്തോട്ടുള്ള ഓട്ടത്തിൽ പലപ്പോഴും നാം ദൈവസന്നിധിയിലെ ആ പ്രാപിക്കേണ്ടതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ വിൽഡർനെസ് ആണ് ദൈവം നമ്മളുടെ മേൽ ആ റിസോഴ്സുകളെ പകരുന്നെന്നുള്ള ഒരു സത്യം നാം പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മുടെ ഒരു പരാജയം. ഹല്ലേലൂയ. നീ ഒന്ന് മാറി ദൈവസന്നിധിയിലൊന്ന് മാറിയിരുന്നാൽ നിന്റെ മേൽ ദൈവം ഹല്ലേലൂയ ആ ജീവനെ നിന്റെ മേൽ വ്യാപരിക്കുവാനായിട്ട് ഇടയാകും. അത് അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതലായിട്ട് തീരുവാനായിട്ട് ഇടയാകും. ഈ യേശുവിൻ്റെ കാര്യത്തിലും യേശു ഒരു കാര്യം വളരെ ക്ലിയറായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവും പ്രാർത്ഥിച്ചിരുന്നു. യേശുവും തൻ്റെ ജീവിതത്തിൽ ആ സാന്നിധ്യമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിൽ ഹല്ലേലൂയ താൻ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളോട് വായിച്ചിട്ട് ഞാൻ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ഞാനത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എൻ്റെ മുമ്പിൽ സമയമില്ല, ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളല്ലോ. അപ്പോൾ യേശു when he was in flesh, അപ്പോൾ ദൈവം ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ തൻ്റെ ഫ്ലഷിലായിരുന്ന സമയത്ത് താൻ ദൈവസന്നിധിയിൽ പോയി കരയുമായിരുന്നു. എന്തിനാണ്? തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയിട്ട്. ഏത് മരണമാണ്? ക്രൂശിലെ മരണമല്ല, പാപമാകുന്ന മരണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അപ്പോഴങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യരായ നമുക്ക് എത്രത്തോളം ദൈവസന്നിധിയിൽ പോയി നിലവിളിച്ചാലേ നമുക്ക് പാപത്തിൻ്റെ മേലിൽ ജയം നേടി ജീവിക്കുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു സാരം, നമുക്ക് ആത്മാവില്ലെങ്കിൽ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ ലിനോഡ് റേഫ്ഹിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താൻ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: സെൽഫ് സഫിഷ്യന്റ് പീപ്പിൾ ദേ ഡു നോട്ട് പ്രേ and self-satisfied do not pray. Self-righteous they cannot pray. സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ളവർക്കും സെൽഫ് റൈച്ചസ് ആയിട്ടുള്ളവർക്കും സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർക്കും ഒന്നും ദൈവത്തെ വാസ്തവമായും രുചിച്ചറിയുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു നീഡ് ഉണ്ടെങ്കിൽ മാത്രമേ, നാം നമ്മെ തന്നെ ഒന്ന് എംപ്റ്റി ചെയ്തെങ്കിൽ മാത്രമേ, എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള ചിന്തയുള്ളെങ്കിൽ മാത്രമേ നമുക്ക് അത് സാധ്യമാകത്തുള്ളൂ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളിന്ന് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ മനുഷ്യനായിട്ട് ഈ ദേശത്ത് നടക്കുവാൻ, ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ ഒന്ന് എംപ്റ്റി ചെയ്ത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാൻ